ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആൻഡ് ഇന്ന് തൊട്ട് നമുക്ക് ഗൈനക് ആൻഡ് ഒബ്സ്ട്രറ്റിക്സ് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഇന്നലെ വരെ നമുക്ക് വിൻ്റർ വെക്കേഷൻ ആയിരുന്നു. വിൻ്റർ വെക്കേഷൻ എല്ലോടും മടി പിടിച്ചതുകൊണ്ട് രാവിലെ എനിക്ക് അത്യാവശ്യം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ബട്ട് എണീറ്റ് മോർണിംഗ് റൊട്ടീൻസ് ടു ഡു ലിസ്റ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ നേരെ എൻ്റെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു മൂഡിലേക്കാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഗൈസ്, ഗുഡ് മോർണിംഗ്. എൻ്റെ ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു ഒരു മൈക്ക് മേടിക്കണം എന്നുള്ളത്. നമുക്കിത് കണക്ട് ചെയ്ത് നോക്കിയിട്ട് വോയിസിന് വരുന്ന ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. ഓക്കെ, നമുക്ക് കൈ പിടിക്കാം. അത് നമുക്ക് ഫോണിൻ്റെ ബാക്ക് കുത്താം. ഓക്കെ, ഫൈൻ. ഇനി നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ ഈ മൈക്കിൽ കൂടിയാണ് റെക്കോർഡാവുക. എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോയെന്ന് നോക്കാം. ഓക്കെ, പിന്നെ എൻ്റെ സൗണ്ട് അത്ര ക്ലീൻ ആയിട്ടല്ല ഉള്ളത്. ഒന്നാമത് എനിക്ക് നല്ല കഫ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു 4 days മുന്നേ നല്ലൊരു ഫീവറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇഞ്ചക്ഷൻ വരെ എടുത്ത് ഒരു പെട്ടെന്ന് വന്നൊരു ഫീവറായിരുന്നു. ഇന്നത്തോടു കൂടി നമ്മളെ വിൻ്റർ വെക്കേഷൻ ഇവിടെ കഴിഞ്ഞ് ഇന്ന് തൊട്ട് നമുക്ക് പുതിയൊരു എന്താ പറയുക റൗണ്ട്സ് തുടങ്ങണം. അല്ലെ കണ്ണൊക്കെ ഇങ്ങനെ എക്സൈറ്റ്മെൻറ്റ് ബൾജായി പോകുന്നു. എൻ്റെ ഈ MBBS ജേർണി തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചൊരു മൊഡ്യൂളിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. മോസ്റ്റ് ഓഫ് ദ ഗേൾസിന് ഇത് ഭയങ്കര ഇഷ്ടമായിരിക്കും, ലൈക്ക് ഗൈനക്കോളജി ആൻഡ് ഒബ്സ്ട്രറ്റിക്സ്. ഇനി നമുക്ക് 2 മാസം നമ്മൾ 4th ഇയറിൽ ഗൈനക്കോളജി ആൻഡ് ഒബ്സ്ട്രറ്റിക്സ് ആണ് ഇപ്പോൾ നടക്കുന്നത്. ടുഡേ ഓൺവേർഡ്സ് ഇന്ന് നമുക്ക് 8 to 9 ഓറിയൻറ്റേഷൻ ക്ലാസ്സും 9 to 12 ക്ലിനിക്കൽസ് റൗണ്ട്സ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളത്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് സ്ക്രബ്സ് കിട്ടിയിട്ട് 3rd ഇയറിൽ പോയി ഡെലിവറി കണ്ടിരുന്നു ഞാൻ. ആ പ്രശ്നമല്ല അല്ലേ, എക്സൈറ്റ്മെൻറ്റ് കൊണ്ടല്ലേ. ഓക്കെ, എന്തായാലും നമുക്ക് ഇന്നത്തെ ഡേയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് ഏതാണ്ട് ഇപ്പോൾ ഒരു 7 ആവുന്നു. നമുക്ക് ഏതാണ്ട് ഒരു 7:30 7:45 ആകുമ്പോഴേക്കും ഇവിടെ നിന്ന് ഇറങ്ങണം. പിന്നെ വിൻ്റർ വെക്കേഷൻ കഴിഞ്ഞെന്ന് പറയുമ്പോൾ ഇപ്പോൾ വലിയൊരു തണുപ്പ് ഫീൽ ചെയ്യുന്നില്ല. ലൈക്ക് ഫാനിട്ടാണ് ഞാൻ കിടന്നുറങ്ങുന്നത്. പിന്നെ എണീക്കുമ്പോൾ ഒരു തണുപ്പും പിന്നെ ത്രൂ ഔട്ട് ദ ഡേ വലിയ തണുപ്പ് കാര്യങ്ങളൊന്നുമില്ല. ഈ വട്ടം നേരത്തെ സമ്മർ സ്റ്റാർട്ട് ചെയ്യാൻ തോന്നുന്നു. ആൻഡ് ഇന്ന് February 7 ആട്ടോ. ഓക്കെ, നമ്മൾ കുറേ കാലമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഞാനും വെക്കേഷൻ മൂഡിലായിരുന്നു. ഒരു സാധനം ഇടുന്ന ഉണ്ടായില്ല. ചിലപ്പോൾ ഞാൻ എല്ലാം പയ്യെ എഡിറ്റ് ചെയ്തിടുന്നതായിരിക്കും, അല്ലെങ്കിൽ അതൊക്കെ ഡിലീറ്റ് ആക്കിയിട്ട് പുതിയൊരു തുടങ്ങിയായിരിക്കും. ഓക്കെ, പിന്നെ കൈസ് എൻ്റെ മുടി വളർന്നു. ഓക്കെ, നമുക്ക് ഫുഡ് ഉണ്ടാക്കി കഴിക്കണം, റെഡി ആവണം, പോകണം. ബൈ. ഞാൻ രാവിലെ തന്നെ ബ്രെഡും ഗ്രീൻ പീസ് റോസ്റ്റൊക്കെ ഉണ്ടാക്കി നല്ലൊരു കോഫിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് മോർണിംഗ് യൂഷ്വൽ ആയിട്ടുള്ള സ്കിൻ കെയർ കാര്യങ്ങളൊക്കെ ഡ്രസ്സൊക്കെ തലേന്ന് രാത്രി എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിലും തണുപ്പായിരിക്കുമോ ചൂടായിരിക്കുമോ അങ്ങനെ കുറച്ച് ദിവസമായിട്ട് ക്ലൈമറ്റ് ഭയങ്കര ഫ്ലക്ച്വേറ്റിംഗ് ആയിട്ട് തണുപ്പാണോ അറിയില്ല ചൂടാണോ അറിയില്ല അങ്ങനത്തെ ഒക്കെ ഒരവസ്ഥ. ഫുഡ് കഴിക്കാണ്ട് രാവിലെ പോകരുത് എന്നുള്ള ഒറ്റ നിർബന്ധത്തിലാണ് ഇങ്ങനെ രാവിലെ ഡെയിലി കുക്ക് ചെയ്ത് കഴിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഓരോ PDFs ഡൗൺലോഡ് ചെയ്യുക, ടെക്സ്റ്റ് ബുക്ക് മെറ്റീരിയൽസ് ഒക്കെ പ്രോപ്പർ ഫോൾഡേഴ്സിലേക്ക് ആക്കി വെക്കുകയും കൂടി ചെയ്തിട്ടുണ്ടായി. നമുക്ക് ബാഗൊക്കെ പാക്ക് ചെയ്ത് യൂണിവേഴ്സിറ്റിക്ക് പോകാം. ഐപാഡ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ സമയം എത്രയെന്ന് അറിയോ? 7:42. 3 minutesലൂടെ നിന്ന് ഇറങ്ങാം. പിന്നെ ചാർജർ, പിന്നെന്താ പേഴ്സ്. അവിടെ നിന്ന് ID എടുക്കണം. ഇനി ദിസ് ഈസ് അവർ ID. ബാഗുമ്മൽ ഹാങ് ചെയ്യും. പിന്നെ സ്പെക്സ്, ലിപ്സ്റ്റിക്, കുറച്ച് ടിഷ്യൂസ്. Okay, bye. This is Arya. ആൻഡ് ഇപ്പോൾ ഈയിടെയായിട്ട് പുതിയൊരു ശീലം തുടങ്ങിയിട്ടുണ്ട്, ഫിറ്റ് ചെക്ക്. നമ്മൾ എന്ത് ഡ്രസ്സ് ഇട്ടാലും നമുക്കൊന്ന് ക്യാമറേൻ്റെ മുന്നിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് തിരിഞ്ഞൊക്കെ കളിക്കണം. നമ്മൾ നേരെ ഓൺ ടൈമിൽ തന്നെ ക്ലാസ്സിലെത്തി. നമ്മൾ എത്തി ഒരു 10 minutes കഴിഞ്ഞതിന് ശേഷമാണ് ഓറിയൻറ്റേഷൻ ക്ലാസ് തുടങ്ങിയത്. ആൻഡ്
ഈ ഓറിയൻറ്റേഷൻ ക്ലാസ്സിന് ശേഷമാണ് മനസ്സിലായത് ഈ മൊഡ്യൂൾ എത്രത്തോളം ഹെക്റ്റിക്കാണ്. ആൻഡ് കഴിഞ്ഞ കുറച്ച് മൊഡ്യൂൾസിനെ പോലെ ഉഴപ്പാൻ പറ്റൂല എന്നുള്ളൊരു സത്യം ഞാൻ മനസ്സിലാക്കിയത്. ഇത് വല്ലാത്തൊരവസ്ഥയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ ഒരു ക്ലാസ് കണ്ടുപിടിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു തലവേദന. എന്തെങ്കിലും മയക്കില്ലേ? അതിനിങ്ങനെ കഷ്ടപ്പെട്ട് പറയുന്നത്. ഇവരില്ലേ രാവിലെ 8 മണിക്ക് ഓറിയൻറ്റേഷൻ ക്ലാസ് വെച്ചിട്ടുണ്ട്. അതിനുശേഷം കുറേ ഗ്രൂപ്പ്സായിട്ട് ഡിവൈഡ് ചെയ്ത് ഓരോ ഗ്രൂപ്പ്സിനും ഓരോ ടൈമിങ്ങാണ്. ലാസ്റ്റ് ഞങ്ങളുടെ ടൈമിങ് വന്നത് 12. ഇവിടെ ഇപ്പോൾ 9 AM തൊട്ട് 12 PM വരെ പോസ്റ്റാണ്. ഇപ്പോൾ സമയം 11:30 ആയിട്ടേ ഉള്ളൂ. ഇനി ഒരു 30 മിനിറ്റ്സ് കൂടി നിൽക്കണം. ഒരു ട്രഷർ ഹണ്ടിങ് തന്നെയായിരുന്നു ക്ലാസ്സൊക്കെ. ബ്രിട്ടീഷുകാരുടെ വെളുത്ത മുട്ട അത് നിങ്ങൾ കഴിച്ചു നോക്കിയിട്ടുണ്ടോ? കഴിച്ചു നോക്കാത്തവരെ ഈ വീഡിയോ ഒന്ന് സേവ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഇതാണ് ബ്രിട്ടീഷുകാർ. ഞാൻ ഇവിടെ ഒരാളെ കൊണ്ട് വീഡിയോ എടുപ്പിച്ചിട്ട് മറ്റേ അപ്പുറത്തെ സൈഡിൽ നിന്ന് നേരെ നോക്കുകയാണ്. ഏതാണ്ട് ഒരു 10-15 മീറ്റർ ഡിഫറൻസിൽ മൈക്കിൻ്റെ ക്വാളിറ്റി നോക്കാണ്. ഒക്കെ നമ്മൾ പോയി വെക്കാം വീട്ടിൽ വന്ന്. ഈ മൊഡ്യൂളിനെ ബാക്കിയുള്ള മൊഡ്യൂളായിട്ട് അത്രയും ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയത് ഒരു ദിവസം 2-3 അറ്റൻഡൻസ് ആണ് വരുന്നത്. അതായത് ഹിസ്റ്ററി ടേക്കിംഗ് ക്ലാസ്സിന് ഒരു അറ്റൻഡൻസ്, ലെക്ചറിന് അറ്റൻഡൻസ്. ഫസ്റ്റ് ടൈമാണ് ഗൈസ് ലെക്ചറിനൊക്കെ അറ്റൻഡൻസ് വെച്ച് തുടങ്ങുന്നത്. ഇനിയിപ്പോൾ അതും കയറേണ്ട അവസ്ഥയാണ്. ആൻഡ് ഗൈനൊക്കെ ആയതുകൊണ്ട് ഞാൻ എന്തായാലും മിസ്സാക്കാനുള്ള ചാൻസ് കുറവാണ്. ആൻഡ് ഫസ്റ്റ് ക്ലാസ് തന്നെ നമുക്ക് ഹിസ്റ്ററി ടേക്കിംഗ് ആയിരുന്നു. അടിപൊളി ടീച്ചർ ഭയങ്കര നമ്മളെ കംഫർട്ട് ആക്കിയിട്ട് അതിനെ എടുക്കുന്നുണ്ടായിരുന്നത്. നിങ്ങൾ പുതിയ സ്ഥാനത്തിലേക്കാണ് വരുന്നത്, സോ പേടിക്കൊന്നും വേണ്ട അങ്ങനെയൊക്കെ. പിന്നെ ഒരു സാറിൻ്റെ വക ലെക്ചറുണ്ട്. അതൊക്കെ കഴിഞ്ഞ് നല്ല ടയേർഡായിട്ടായിരുന്നു പുറത്തേക്ക് ഇറങ്ങിയത്. സത്യം പറയാൻ ഫസ്റ്റ് ഇയറിന് ശേഷം ഇത്ര ഹെക്റ്റിക്കായില്ല. നമ്മളിത് ക്ലാസ്സസൊക്കെ ഫിനിഷ് ചെയ്ത് ഫുൾ സെറ്റായിട്ട് നമ്മളിപ്പോൾ വീട്ടിലെത്തി. ഒരു മിനിറ്റ് ജാക്കറ്റൊന്നും വരട്ടെ. സത്യം പറയാലോ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ ഒരു സ്റ്റാർട്ടിങ് വരെയൊക്കെ ഇത്ര ഹെക്റ്റിക്കായിട്ടുള്ള ഒരു ക്ലാസ് സെക്ഷൻ അറ്റൻഡ് ചെയ്തുള്ളൂ. അതായത് മോർണിംഗ് 8 to 3 വരെയാണെന്ന് യൂണിവേഴ്സിറ്റിയിൽ നിന്നത്. സത്യം പറഞ്ഞാൽ മോർണിംഗ് 8 to 9 ഞങ്ങൾക്കൊരു ഓറിയൻറ്റേഷൻ ക്ലാസ് ഉണ്ടായിരുന്നു. എന്താണ് ഗൈനക്കൽ ഒബിവൈ മൊഡ്യൂളിൽ, അതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ, അതിലെന്തൊക്കെ പ്രോഗ്രാംസാണ് നമുക്കുള്ളത്, ഫുൾ കാര്യങ്ങളെ പറ്റിയുള്ളൊരു എക്സ്പ്ലനേഷൻ ആയിരുന്നു ഓറിയൻറ്റേഷൻ എന്ന് പറയുന്നത്. അതിനുശേഷം സ്പ്ലിറ്റാക്കി, ഗ്രൂപ്പായിട്ട് നമ്മൾ സ്പ്ലിറ്റാക്കി. കാരണം ക്ലിനിക്കൽസ് ആയതുകൊണ്ട് സ്പ്ലിറ്റാക്കിയിട്ട് ഞാൻ ഗ്രൂപ്പ് വന്നത് സി ആണ്. സി എന്ന് പറയുന്നത് 12 മണിക്കാണ്. അങ്ങനെ ആ ഒരു ടൈം പീരീഡ് വരെ അവിടെ അത്രയും നേരം ഒരു ബ്രേക്കാണ്. 9 to 12 കട്ട പോസിറ്റീവ് ഹോസ്പിറ്റൽ. സത്യം മടുത്ത്. എന്നിട്ട് ഇരുന്ന് ബോറടിച്ച് നിൽക്കുന്ന ടൈമിലാണ് ഒരു ലേഡി ഡോക്ടർ പറഞ്ഞ് ഞാൻ കുറച്ച് പേഴ്സണൽ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു തരാം, OBYൻ്റെ അണ്ടറിൽ വരുന്നത്. പുള്ളിക്കാരി പഠിപ്പിച്ചെന്നു നമുക്ക് കുറച്ച് ഡൗട്ട്സൊക്കെ ഉണ്ടായിരുന്നു. അതിന് മെയിൻ ഡൗട്ട് എന്ന് പറയുന്നത്, ഞാൻ പണ്ട് വീട്ടിൽ ഇങ്ങനെ നമ്മൾ ഇരുന്നിട്ട് ഈ കാലുമ്മൽ ഇങ്ങനെ കാല് കയറ്റി വെച്ചിരിക്കുമ്പോൾ എൻ്റെ ഗ്രാൻഡ് പാരൻസൊക്കെ പറയുമായിരുന്നു അങ്ങനെ ഇരിക്കാൻ പാടില്ല, അങ്ങനെ ഇരുന്നാൽ നമ്മളെ യൂട്രസിന് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടെന്നൊക്കെ. സോ അതൊക്കെ ഞാൻ ചോദിച്ച് ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു റീസണായിട്ടാണല്ലോ കാണുന്നത് എന്നൊക്കെ പറഞ്ഞെന്ന് പുള്ളിക്കാരി ചില്ല്. എന്നിട്ട് നമ്മൾ നേരെ ക്ലാസ് കയറി. ക്ലാസ് എന്ന് പറയുന്നത് ഒരു 11:30 തൊട്ടിട്ട് അറൗണ്ട് 3 വരെ ഉണ്ടായിരുന്നു. ആ സാറ് ഞങ്ങളെ ദയനീയ അവസ്ഥ തോന്നിയിട്ട് അതൊന്ന് ഒരു 5 മിനിറ്റ് ബ്രേക്ക് ഇടയിൽ തന്ന്. ഫെർട്ടിലൈസേഷൻ സ്റ്റാർട്ടിങ് ആയിരുന്നല്ലോ. സോ ഫെർട്ടിലൈസേഷൻ, ഇംപ്ലാന്റേഷൻ, പ്ലാസൻ്റേൻ്റെ ഓരോ കാര്യങ്ങൾ, പിന്നെ ഫിസിയോളജിക്കൽ ചേഞ്ചസ് ഇൻ എ ഹ്യൂമൻ ബോഡി ഡ്യൂറിങ് പ്രഗ്നൻസി, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളെ പറ്റിയായിരുന്നു പഠിച്ചത്. സോ അതായിരുന്നു ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നാളെ ആണെങ്കിൽ ഒരു ലോങ് ഡേ ആയിരിക്കും. ലോങ് ഡേ എന്ന് പറയുമ്പോൾ 10 to 12 ഞങ്ങൾക്ക് ക്ലിനിക്കൽസ് ഉണ്ടാവും. നാളെ എൻ്റെ ബാച്ചിന് മ്യൂസിയം വിസിറ്റാണുള്ളത്. ഏത് ഗൈനക്കൻ്റെ ഒബിവൈൻ്റെ ഒരു മ്യൂസിയം ഉണ്ട് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ. സോ അതിൻ്റെ വിസിറ്റിംഗ് ഉണ്ട്. പിന്നെ സെയിം 12 to 3 വരെ ക്ലാസ്സസ് ഉണ്ട്. ഫുഡ് രാവിലെ കഴിച്ചത് എനിക്ക് വിശക്കുന്നു. സോ നമുക്ക് ലൈറ്റായിട്ട് ഇപ്പം എന്തെങ്കിലും കഴിച്ച് കുറച്ച് അധികം നേരം ഫോണിൽ നോക്കിയിട്ട് നല്ലോണം കുക്ക് ചെയ്ത് ലെറ്റ്സ് മേക്ക് റൈസ് ആൻഡ് ട്യൂണ കറി. ഓക്കെ, ഇത് നമ്മൾ കുളിച്ച് ഫ്രഷായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഞങ്ങളെ ഈ ഗൈനക്കിൻ്റെ ലോങ് ഡേയ്സ് ഷെഡ്യൂളൊന്ന് പറഞ്ഞുതരാം. മ്യൂസിയം വിസിറ്റ് ഉണ്ട്, സ്കിൽ ലാബ് ഉണ്ട്, വുമൺ ഔട്ട് പേഷ്യൻ്റ് ഉണ്ട്, ക്ലിനിക്കൽ ട്രെയിനിങ് 3 days വരുന്നുണ്ട്, ഓപ്പറേഷൻ കാണാനുണ്ട്, എമർജൻസിയിലുണ്ട്, അൾട്രാസൗണ്ട് യൂണിറ്റിലുണ്ട്, പിന്നെ പെരിനാറ്റൽ കെയർ. ഇത്രയും ഡിവിഷൻസാണ് നമുക്ക് വരുന്നത്. ഇതിനൊക്കെ കൂടി അറ്റൻഡൻസ് ഇടാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു ഷീറ്റ് തരും. ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഇൻ അറബിക്.
ഞാനത് ട്രാൻസ്ലേറ്റ് ചെയ്ത് മേലെ എഴുതി വെച്ചാണ്. സോ ഇത് നമ്മൾ ക്ലാസ്സിൽ പോകുമ്പോൾ ഡെയിലി കൊണ്ടുപോകണം. ആൻഡ് അറ്റൻഡൻസ് നല്ല സീനാന്നൊക്കെയാണ് ഇവർ പറയുന്നത്. യാ, പിന്നെ നാട്ടിൽ കുറേ പേര് മറ്റേ ഓരോ റീൽസൊക്കെ എടുത്തിരുന്ന് കണ്ടിക്ക് ഡെലിവറി കാണുമ്പോഴുള്ളത്, അങ്ങനത്തെ ഓരോ ഗൈനക് ഡിപ്പാർട്ട്മെൻറ്റിനുള്ളത്തെ വീഡിയോസ്. പക്ഷേങ്കിൽ ഇവിടെ നമുക്ക് വീഡിയോസ് ആൻഡ് ഫോട്ടോസ് സ്ട്രിക്ട്ലി ബാൻഡ് ആണെന്നാണ് പറഞ്ഞത്, ഡിപ്പാർട്ട്മെൻറ്റ് ഉള്ളിലാണെങ്കിലും എവിടെ ആണെങ്കിലും. സോ നമ്മൾ വ്ളോഗൊന്നും അതിൻ്റെ ഉള്ളിൽ നിന്ന് ഉണ്ടാവുന്നതല്ല. അല്ലെങ്കിൽ ഹോസ്പിറ്റലിലൊന്നും വീഡിയോ എടുക്കാൻ ഒരു പേടിയാണ്. ക്ഷീണിച്ചല്ലോടി. പിന്നെ വിൻ്റർ വെക്കേഷൻ കഴിഞ്ഞത് ഇന്നലെയാണ്. പക്ഷെ ഇന്ന് ഉച്ചയ്ക്ക് നല്ല ചൂടുണ്ട്. ഹോസ്പിറ്റലിൽ കിടന്ന് ഞാൻ വിയർക്കുന്നുണ്ടായി. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ഇനി നമുക്ക് നമ്മളെ ഈവനിങ് റൊട്ടീനിലേക്ക് പോവാം. ഗൈസ്, മെഡ് സ്കൂൾ ഈസ് ഗെറ്റിംഗ് സീരിയസ്. കുറേ ദിവസം മടി പിടിച്ച റൂട്ടീനിൽ നിന്ന് പെട്ടെന്ന് അങ്ങോട്ട് മാറിയപ്പോൾ എൻ്റെ ബോഡിക്ക് അങ്ങോട്ട് താങ്ങാൻ പറ്റിയില്ല. സോ ഞാൻ നേരെ കിടന്ന് ഉറങ്ങുകയാണ് ചെയ്തത്. ഈ ഒരു ഉറക്കം എന്ന് പറഞ്ഞാൽ ഒരു 4:30 to 7:30 വരെയുള്ള നല്ലൊരു ഉറക്കമായിരുന്നു കേട്ടോ. ഗൈസ്, മൈ പ്ലാൻ വാസ് ടു വേക്ക് അപ്പ് അറ്റ് 6:30. പക്ഷെ ഇപ്പോൾ 7:30 കഴിഞ്ഞ് 8 ആവാനായി. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അതായത് വിൻ്റർ വെക്കേഷനിൽ ബോഡി അങ്ങോട്ട് യൂസ്ഡ് ആയിപ്പോയി. ഭയങ്കര ലേസി ഡേയ്സ്. എണീക്കുക, ഫുഡ് കഴിക്കുക, കിടന്നുറങ്ങുക, പിന്നെ എവിടെയെങ്കിലും കറങ്ങാൻ പോവുക. ഇതിൽ നമ്മൾ പെട്ടെന്നൊരു ദിവസം വന്ന ചേഞ്ചിൽ എൻ്റെ ബോഡിക്ക് അങ്ങോട്ട് പറ്റിയില്ല. അപ്പം ഞാൻ ഉറങ്ങിപ്പോയി. ഓക്കെ, നാളെ തൊട്ട് നമ്മൾ ഉറങ്ങൂല. ഇന്ന് പിന്നെ കുറച്ച് ലേറ്റായിട്ട് കിടന്ന് നാളെ ഒരു 8 ഒക്കെ ആകുമ്പോൾ എണീറ്റാൽ മതി. ഇന്ന് രാവിലെ എണീച്ച് 6:30 ഒന്നും എണീക്കണ്ട. ബിക്കോസ് നമ്മുടെ ക്ലാസ് ടൈം നാളെ വരുന്നത് 10 AM സോ ഇപ്പം നമുക്ക് ഫുഡ് കഴിക്കാം. അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ബുക്ക് പ്രിൻ്റ് എടുക്കാൻ പോകും, ഗൈനക് ആൻഡ് ഒബ്സ്റ്ററ്റിക്സിൻ്റെ ടെക്സ്റ്റ് ബുക്ക്. സോ അതിന് മുന്നേ നല്ല മട്ടരി ചോറും ക്യാനായിട്ടുള്ള ട്യൂണ മേടിച്ചിട്ടുണ്ട്. സോ അത് നമുക്ക് കറി വെക്കാം. ഭയങ്കര ഫ്ലേവറാണ്. ക്യാൻ ഫുഡ് നല്ലതല്ല, നമ്മൾ കഴിക്കാൻ പാടില്ല. പക്ഷെങ്കിൽ വൺസ് നമ്മൾ ക്യാൻ ഫുഡിലെ ട്യൂണ മേടിച്ച് കഴിച്ചാൽ പിന്നെ മറ്റേ ഫിഷ് മേടിച്ചിട്ട് നന്നാക്കി അതിന് മടിയാവും. ആൻഡ് ഇറ്റ്സ് ഓൾസോ ചീപ്പ്. 1 can 25 pounds. So let's make food. ചോറ്, ട്യൂണക്കറി, തേങ്ങാ ചമ്മന്തി, ചേനയുടെ അച്ചാർ. നമുക്ക് ബുക്ക് മേടിക്കാൻ പോവാം. പ്രിൻറ്റിങ് ഷോപ്പിൽ ചിലപ്പോഴേ കിട്ടുന്നുണ്ടോ, സ്റ്റാർട്ടിംഗ് ഒന്നും അങ്ങനെ കിട്ടൂല. സോ നമുക്ക് നോക്കിച്ച് ആദ്യം വരാം. നമുക്ക് നല്ലൊരു നോട്ട്ബുക്ക് മേടിക്കണം. ഓക്കെ, ബൈ. ഞാൻ വിചാരിച്ച പോലെ എല്ലാം അങ്ങോട്ട് സെറ്റായില്ല. പ്രിൻറ്റിങ് ഷോപ്പിൽ അത്യാവശ്യം നല്ല ടൈം എടുത്തിട്ടുണ്ടായിരുന്നു. അതിന് കുറച്ച് ബുക്സ് കാര്യങ്ങളൊക്കെ മേടിച്ച് വീട്ടിലെത്തിവിടെ നല്ലോണം വിശന്നുണ്ടായിരുന്നു. വീണ്ടും കുറച്ച് ഫുഡ് എടുത്ത് കഴിച്ച് ഇന്ന് എടുത്ത കാര്യങ്ങൾ ജസ്റ്റ് ഒരു ധാരണ ഉണ്ടാക്കാൻ വേണ്ടി 2-3 പേജ് ഞാൻ തുറന്നു നോക്കിയിട്ടുണ്ടായി. ഞാൻ എൻ്റെ റൂംമേറ്റിൻ്റെ ഫ്രണ്ട് ഉണ്ടാക്കിയ കേക്ക്, ഹോം മെയ്ഡ് കേക്ക് എനിക്ക് കൊണ്ടു തന്നിട്ടുണ്ടായി. അതും കഴിച്ച് നാളത്തെ ഡേയിൽ എക്സൈറ്റ്മെൻറ്റ് ഉള്ളിൽ ഒതുക്കി ഞാൻ ഉറങ്ങി. ബൈ.